ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വോട്ട് ചെയ്യാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫുകളെ പറ്റിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഐഡൻറ്റിറ്റി പ്രൂഫുമായിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ പോകാൻ. സർക്കാർ 13 തരം ഐഡൻറ്റിറ്റി പ്രൂഫുകൾ അംഗീകരിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് വോട്ടിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ. അതിൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടർ ഐ ഡി കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ വെച്ച വികലാംഗ ഐ ഡി കാർഡ്, ഫോട്ടോ വെച്ച പെൻഷൻ കാർഡ്, അതുപോലെ ഫോട്ടോ വെച്ച സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഏത് പ്രൂഫ് ഉപയോഗിക്കാവുന്നതാണ്. അതുമായിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മുടെ വോട്ടർ ഐ ഡി കാർഡുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. KL തുടങ്ങുന്ന നമ്പറുള്ള വോട്ടർ ഐ ഡി കാർഡാണെങ്കിൽ അതെല്ലാം അസാധുവായിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് പുതിയ കാർഡും പുതിയ നമ്പറൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പം ആ വ്യക്തികൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല, അല്ലെ കാർഡ് ലഭിച്ചിട്ടുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ വോട്ടർ ഐ ഡി കാർഡും അതിന് കൂടെ തന്നെ വേറൊരു ഐ ഡി പ്രൂഫും കൂടെ കൊണ്ടുപോയിക്കൊള്ളുക. എന്നിരുന്നാലും 2 പ്രൂഫ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്തിലോ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഫോട്ടോയിലോ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ 2 പ്രൂഫുള്ളത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ നമ്മൾ ബൂത്തിലോട്ട് പോകാവുള്ളൂ. ഇനി ബൂത്തിൽ ചെന്ന് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ഏത് നമ്പറിലാണ് കിടക്കുന്നത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. 1ാമതാണോ 2ാമതാണോ 3ാമതാണോ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. നമ്മളവിടെ ക്യൂവിൽ പോയി നിൽക്കുക. അതിനുശേഷം ക്യൂവിൽ നിന്നതിന് ശേഷം നമ്മുടെ അവസരം ലഭിക്കും. നമ്മുടെ അവസരം വന്നു കഴിയുമ്പോൾ നമ്മളെ നേരെ ഒരു റൂമിലോട്ട് കയറ്റി വിടും. ആ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി നമ്മുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുക എന്നതാണ്. നമ്മുടെ വോട്ടർ ഐ ഡിയുടെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാവും. ആ ലിസ്റ്റ് വെച്ച് നമ്മൾ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് അവർക്ക് നൽകണം. അവരത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് നമ്മൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അടുത്ത കൗണ്ടറിലോട്ട് നമ്മളെ കടത്തി വിടും. അടുത്ത കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നതിനായി അവരുടെ ഒരു രജിസ്റ്ററിൽ നമ്മൾ പേരെഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക. അന്നേരം അവർ നമുക്കൊരു സ്ലിപ്പ് തരും. അതിനുശേഷം നമ്മൾ അടുത്ത കൗണ്ടറിലോട്ട് പോവുക. അടുത്ത കൗണ്ടറിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ മാഷി പൊട്ടി തരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്ഥലത്ത് പോയി വോട്ട് ചെയ്യാതിരിക്കാനാണിത്. അതിനുശേഷമാണ് നമ്മൾ വോട്ട് ചെയ്യാനുള്ള ഡിവൈസ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. ഡിവൈസ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച വ്യക്തി ഏതാണെന്ന് ആദ്യം നോക്കുക. അതിൻ്റെ വലത്തെ സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്തെ ഇടത്തെ സൈഡിലെ ഒരു ചെറിയ സ്ഥലത്ത് ലൈറ്റ് തെളിയുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ തൊട്ടടുത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിൽ 7 സെക്കൻഡ് നേരത്തേക്ക് ആ വോട്ടർ നേതാവിൻ്റെ പേരും ചിഹ്നവും തെളിഞ്ഞു വരും. അത് ശരിയാണെന്ന് പരിശോധിക്കുക. അതിനുശേഷം എന്നൊരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വോട്ടറിൻ്റെ നമ്മൾ ചെയ്ത ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് വ്യക്തിയുടെ നേരെയാണോ ബട്ടൺ അമർത്തിയത് അവിടെ തന്നെയാണോ ലൈറ്റ് തെളിയുന്നതെന്ന് നോക്കുക. അതെല്ലാം മേളിലോ താഴെയൊക്കെയാണ് ലൈറ്റ് തെളിയുന്നതെങ്കിൽ അപ്പം തന്നെ നമ്മളവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ആ കാര്യം അറിയിക്കുക. അത് കറക്റ്റ് ചെയ്തിട്ടേ നമ്മൾ പോകാവുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സപ്പോസ് നമുക്ക് പകരം വേറെ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളവിടെ അറിയിക്കുക. അവിടെ സ്ലിപ്പ് ഉണ്ടാവും. ആ സ്ലിപ്പ് എഴുതി കൊടുത്ത് നമുക്കും വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു രീതിയിലും വോട്ട് നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. നമ്മൾ ടെൻഷൻ അടിക്കരുത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് കൂടി ആലോചിച്ച് നമുക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. അതിനനുസരിച്ച് നമ്മൾ വോട്ട് അവിടെ ചെയ്യാൻ ശ്രമിക്കുക. ഈ ബൂത്തിൽ വികലാംഗർക്കുള്ള സ്ത്രീകൾക്കും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടാവും. അംഗവൈകല്യമുള്ളവർക്ക് വോട്ട് ചെയ്യുന്നതിനും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും അതുപോലെ തന്നെ വയ്യാത്ത ആൾക്കാർക്കൊക്കെയുള്ള മെഡിക്കലും മറ്റുള്ളതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവും. ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറരുത്. നമ്മൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അവിടെയുള്ള അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ സഹായിക്കുന്നതായിരിക്കും. എല്ലാവിധ സഹകരണങ്ങളും കൂടി ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളും ബൂത്തിൽ ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അവകാശം നല്ല രീതിയിൽ വിനിയോഗിക്കുക. നന്ദി.